അങ്ങനെ ഇപ്പൊ അവ രണ്ടുപേരും കൂടെ അവനെ വിളിച്ചോണ്ട് ആശുപത്രി വരുമ്പം സെൻജിങ് അവന്റെ അടുത്തേ ചെന്നിരുന്നിട്ട് ഇവന് സീ ഫുഡൊക്കെ അലർജിയാന്ന് മുമ്പേ അറിയായിരുന്നെന്ന് ചോദിക്കും. അപ്പോഴാണ് അവന് അറിയത്തില്ലെന്ന് പറയുമ്പം ഇവളെങ്കിൽ പിന്നെ ഇവന് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ഇവളോട് എന്തോ ഓപ്പൺ ആയിട്ട് പറയാത്തേന്ന് പറഞ്ഞ് അവനെ കുറെ വഴക്ക് പറയുമ്പോൾ തന്നെ ആളുടെ കൂട്ടുകാരിയും എന്തായാലും പ്രശ്നം സോൾവ് ആയി അവൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആളുടെ കൂട്ടുകാരിയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനേശം ഇവിടെ സെൻജിങ്ങും അവൻ വായ തുറന്നൊന്ന് സംസാരിക്കാത്തുണ്ട് അവനോർത്ത് വിഷമിച്ചൊക്കെ ഇരിക്കുമ്പം ഇവളുടെ കൂട്ടുകാർ പറഞ്ഞു കൊടുക്കും ഏതൊരു വ്യക്തിയാണെങ്കിലും ഇങ്ങനത്തെ സിറ്റുവേഷന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാനേ നോക്കത്തുള്ളത്. കാരണം അവൻ തന്നെ ഇപ്പോൾ ഇവളെ വിശ്വസിച്ചാണ് ഇവിടെ കൊന്ന്. അതുകൊണ്ട് തന്നെ ഇവള് വാങ്ങിച്ചിരുന്ന ഫുഡിലൊക്കെ ഒരു കുറ്റം പറയാതിരിക്കാൻ വേണ്ടിയാ അവനൊന്നും പറയാതെ മിണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞ് ആ കാര്യമൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഇതുവരെ അവനോട് ആര് സ്നേഹം കാണിക്കാത്തുണ്ടായിരിക്കും അവൻ എന്തോ എന്നറിയാതെ മൊത്തം സ്റ്റണ്ണായി പോയിരിക്കുന്നതെന്ന് ആ കാര്യമൊക്കെ ഇവളോട് പറഞ്ഞു കൊടുക്കും. അതിനേശം അവളും കാര്യമൊക്കെ മനസ്സിലാക്കി ഇവളുടെ കൂട്ടുകാരി വീട്ടിൽ പോകാൻ പറഞ്ഞിട്ട് അവൾ നേരെ അവന്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് അവളും ഇവള് കാണിക്കുന്ന സ്നേഹമൊക്കെ ഒരു ഭാരമായിട്ട് ഫീൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവന് സ്കൂളും തുടങ്ങും. പിന്നീട് അവൾക്ക് ജോലിക്ക് പോകുന്നുണ്ട് അധിക സമയമൊന്നും ഇവരെ നോക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അതുകൊണ്ട് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ അതിപ്പോ തന്നെ പറയണേന്ന് അവളും ചോദിക്കുമ്പോൾ തന്നെ അവനും ചേച്ചി കാണിക്കുന്നതൊക്കെ ഞാൻ ഒരിക്കലും ഭാരമായിട്ട് വിചാരിച്ചില്ലെന്ന് അവൻ തിരിച്ചു പറയും. അതിനേശം അവളും എങ്കിൽ പിന്നെ ഇനിയെങ്കിലും എല്ലാ കാര്യം ഇവളോട് ഓപ്പൺ ആയിട്ട് പറയണമെന്ന് പറഞ്ഞ് അവന് വാഷ്റൂമിൽ പോകണമെന്ന് മനസ്സിലാക്കി അവനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ആ സമയത്താണ് അന്ന് ഇവളുടെ ഹസ്ബൻഡ് ക്ലയന്റ് എന്ന് പറഞ്ഞ ലേഡി ഇപ്പൊ പ്രഗ്നന്റ് എന്ന് പറഞ്ഞ് ഡോക്ടറിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇവൾ കാണുന്നത്. അങ്ങനെ അതോടെ ഇവൾക്ക് സംശയമായി ചിലപ്പോൾ മറ്റോന് ഇവളെ ചതിച്ചിട്ട് ഇവളുടെ കൂടെ മുമ്പേ ജീവിക്കാൻ തുടങ്ങിയെന്ന്. അങ്ങനെ ആ സമയം തന്നെ അവൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പം ലീവ് ഇവൾ കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി മറ്റവൾ കാണാതെ ഇങ്ങനെ മറിഞ്ഞിരിക്കും. അതിനേശം വീട്ടിലേക്ക് വന്നിട്ട് ഇവളാണ് ലീവോന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇനി തൊട്ട് മറ്റേ ജ്യൂസ് ഓർഡർ ചെയ്ത കപ്പിനകത്തൊന്ന് വെള്ളം കുടിക്കണ്ട ഇവന് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു കപ്പ് വാങ്ങിച്ചേക്കെന്ന് പറഞ്ഞ് അവൾ അത് വെച്ചിട്ട് അങ്ങ് പോകും. എന്നിട്ട് നേരെ അവനും കൂടെ ഹോളിലേക്ക് വിളിച്ചിട്ട് ഇവൻ എന്തൊക്കെയാണ് ഇഷ്ടമല്ലാത്തെന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ലിസ്റ്റായിട്ട് എഴുതാൻ വേണ്ടി പറയും. അങ്ങനെ അവനൊന്നും തോന്നാതിരിക്കാൻ വേണ്ടി ഇവളൊരു സൈഡ് പേപ്പറിൽ അതൊക്കെ എഴുതി വെച്ചേക്കുക. അതുകൊണ്ട് ഇവനോട് ഇപ്പോൾ പറയുമ്പോൾ തന്നെ അവൻ എന്താണെന്ന് അറിയാതെ ഇതുവരെ ഇങ്ങനെ ഇവനോട് ആരും ചോദിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് അതുകൊണ്ട് തന്നെ എന്തോ എഴുതണ്ടെന്ന് അറിയത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ കുഴപ്പമില്ല ഇപ്പം നിനക്ക് സീ ഫുഡൊക്കെ അലർജി എന്ന് മനസ്സിലായല്ലോ ഇതേപോലെ ഓരോ കാര്യങ്ങൾ നിനക്ക് തോന്നുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചാൽ മതി എന്നിന് അവളും പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവൻ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു മൊബൈൽ ഫോൺ എടുക്കും. അങ്ങനെ ഇത് കണ്ട് അവന് ഞെട്ടിപ്പോയിരിക്കുമ്പം ഇവളും പുതിയതൊന്നുമില്ല ഇവളുടെ പഴയ ഫോണാന്ന് പറഞ്ഞ് വാങ്ങിച്ചില്ലെങ്കിലും ഇത് ചുമ്മാ വീട്ടിലിരിക്കത്തുള്ളെന്ന് അവൻ യൂസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ കൊടുക്കും. അങ്ങനെ അതിനകത്ത് ഇവളുടെ പാരന്റ്സിന് ഇവളുടെ നമ്പറും കൂടെ മുമ്പേ തന്നെ ആഡ് ചെയ്ത് വെച്ചേക്കുക. അതുകൊണ്ട് ഇവളെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയുമ്പം അതേസമയം അവന് ഫോൺ എടുത്തിട്ട് ഇവളുടെ നമ്പറിലേക്ക് വിളിക്കും. അപ്പോഴാണ് അവൾ റൂമിലേക്ക് ചെന്നിട്ട് അവളുടെ ഫോൺ എടുത്ത് നാളെ തൊട്ട് ഇവന്റെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകാന്ന് പറഞ്ഞ് ഇനി ഒന്നും ആലോചിക്കാതെ ഇവന് ഇഷ്ടപ്പെട്ട പോലെ പഠിക്കാൻ പറയും. അതുകൊണ്ട് തന്നെ അവന് സന്തോഷത്തി താങ്ക് യു ചേച്ചി എന്ന് പറഞ്ഞ് ഇമോഷണൽ ആയിരിക്കും. അങ്ങനെ അടുത്ത ദിവസം ഇവൾ അവനെ വിളിച്ചോണ്ട് സ്കൂളിലേക്ക് ചെല്ലുമ്പം ഇവന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ അയച്ചു തരാന്ന് പറയും. അപ്പോഴാണ് അവനും അവന്റെ ഒന്നും ആവശ്യമില്ല അവന്റെ പൈസ ഉണ്ടെന്ന് പറയുമ്പം ഇവളും 2000 അയക്കത്തേ ഉള്ളു അതുകൊണ്ട് വല്ലതും ചെലവരുവാണ് ഇവനത് യൂസ് ചെയ്തോളം പറയും. എന്നിട്ട് അവനെ നേരെ അവന്റെ ഹോസ്റ്റലിലേക്ക് വിളിച്ചോണ്ട് പോയിട്ട് അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ ഇവള് ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവളും ഇവന്റെ കൂടെയുള്ള റൂംമേറ്റ്സിനോടൊക്കെ പരിചയപ്പെടാൻ ഇവളാണ് എല്ലാരും വിളിച്ചോണ്ട് ലഞ്ചിന് പോകാന്ന് പറയുമ്പം അവനും കുറച്ച് സൈലന്റ് ആയിട്ട് അതൊക്കെ വേണോന്ന് പറഞ്ഞ് ഇവളെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ വേണ്ടി പറയും. പക്ഷെ ഇവളാണ് തെറ്റിരിച്ചിട്ട് അതും ശരിയാ നിങ്ങളെ പോലെ പയ്യന്മാരൊക്കെ ഇതൊരു ശല്യമായിട്ട് വിചാരിക്കുമല്ലേ എങ്കിൽ പിന്നെ നിങ്ങളായിട്ട് തന്നെ സംസാരിച്ച് ഫ്രണ്ട്സ് ആയിക്കോ എന്നിന് അവളും പറയുമ്പം അവൻ ആ രീതിയിലല്ല ഉദ്ദേശിച്ചെന്ന് പറയും. അതിനേശം അവനും വിളിച്ചോണ്ട് പുറത്ത് കഴിക്കാൻ വേണ്ടി പോകുമ്പം ഇവന്റെ സ്കൂൾ യൂണിഫോമിന് വേണ്ടി ഇവന്റെ ഡ്രസ്സിന്റെ സൈസൊക്കെ പാരന്റ്സ് ഗ്രൂപ്പിനകത്ത് ചോദിച്ചേക്കോന്ന് പറഞ്ഞ് ഇവൾ അവിടുത്തിന് ശേഷം ഇവളോടൊന്ന് അറിയിക്കാൻ പറയും. അപ്പോഴാണ് അവനും പാരന്റ്സ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഇവളെ നോക്കി ചോദിക്കുമ്പം അവളും കണ്ടിട്ട് ഇവളൊരു പാരന്റ് ആയിട്ട് തോന്നില്ലെന്ന് ചോദിക്കും. ഒരു പക്ഷെ അങ്ങനല്ലെങ്കിൽ ഇവളുടെ അച്ഛൻ ആ ഗ്രൂപ്പിനകത്ത് ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ അവന് മൊത്തത്തിൽ പേടിച്ചിട്ട് അവിടുത്തെ സ്റ്റൂളൊക്കെ തള്ളിയിടും. അങ്ങനെ ഇത് കണ്ട് അവൾക്കാണ് ചിരി വന്നിട്ട് ചുമ്മാ അറിഞ്ഞ് ഇവന്റെ പാരന്റ് അവളാന്ന് പറഞ്ഞ് അവന് കഴിക്കാൻ വേണ്ടി പറയും. അതിനേശം ഇവൾ ജോലിക്ക് പോകുന്നതിന് മുമ്പേ തന്നെ അവനോട് ആദ്യത്തെ പരീക്ഷ നല്ലോണം പഠിച്ച് എഴുതണമെന്ന് പറഞ്ഞ് അവൾ പറഞ്ഞിട്ട് പോകുമ്പോൾ തന്നെ പെട്ടെന്ന് ഇവനോട് അടുത്തേക്ക് വന്നിട്ട് ഇവൾ അയച്ചെന്ന പൈസ എല്ലാം അവൻ തിരിച്ച് അക്കൗണ്ടിൽ തന്നെ ഇട്ടെന്ന് പറയും. അതുകൊണ്ട് വല്ല ആവശ്യമാണ് അവൻ എപ്പോൾ ചോദിക്കാന്ന് പറഞ്ഞ് വേറൊന്നും വിചാരിക്കില്ലെന്ന് പറയുമ്പം അവൾ ഓക്കെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. എന്നിട്ട് അവനും ഭയങ്കര സന്തോഷത്തി നേരെ ഹോസ്റ്റലിലേക്ക് ഓടി ചെല്ലുമ്പം ഇവന്റെ റൂംമേറ്റ്സ് ആണ് പെട്ടെന്ന് ഇവനെ കണ്ടിട്ട് നീയാണോ ഞങ്ങളുടെ പുതിയ റൂംമേറ്റ് എന്ന് പറഞ്ഞ് അതിലൊരുത്തനാണ് പെട്ടെന്ന് അങ്ങ് പരിചയപ്പെടും. അങ്ങനെ ഇവനാണ് അവന്റെ ആ കൂട്ടുകാരൻ ഇവന്റെ പേര് ചെൻ. അതിനുശേഷം അവിടെ ഉള്ളവന്മാരായിട്ടൊക്കെ പരിചയപ്പെടുമ്പം മറ്റൊരുത്തനാണ് ഇവന്റെ പാരന്റ്സ് ഒക്കെ വന്നില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനൊന്നും പറയാതെ കുറച്ച് വിഷമിച്ചിരിക്കുമ്പം ചെൻ അവനോട് ദേഷ്യത്തി അതൊക്കെ നീ അറിഞ്ഞാലേ അവനോട് സംസാരിക്കത്തുള്ളൂ ഇതൊക്കെ പ്രൈവസി ആളിയാ ഏതിന് അവന്മാർ തമ്മിൽ തർക്കിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആ സമയത്താണ് മൂന്നാമതൊരുത്തൻ അവിടേക്ക് വരുന്നത്. അങ്ങനെ അവന്റെ പേര് റാൻ. അങ്ങനെ ഇവരൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം ചെന്നാണ് ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് ഞങ്ങളെല്ലാം ക്ലാസ് 3 ചേരാൻ പോവാ അതുകൊണ്ട് നീയും പരീക്ഷയ്ക്ക് ഫസ്റ്റ് റാങ്ക് ഒന്നും വാങ്ങിച്ചു കൂട്ടാതെ ക്ലാസ് 3 തന്നെ വാന്ന് പറഞ്ഞ് ഇവന്മാരൊക്കെ ഇപ്പൊ തന്നെ അവനെ വാൺ ചെയ്യും. അങ്ങനെ അതിനുശേഷം എക്സാം എല്ലാം കഴിഞ്ഞ് ഇവൻ അവിടെ നിന്ന് ഇറങ്ങുമ്പം ഇവന് വേണ്ടി സെൻജിങ് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് പരീക്ഷ അങ്ങനെ ചോദിക്കുമ്പോൾ തന്നെ അവന് ക്ലാസ് 3 കിട്ടിയേക്കെന്ന് പറയുമ്പം അവള് സന്തോഷത്തി ക്ലാസ് 3 മോശമല്ലെന്ന് പറഞ്ഞ് ഇനി പഠിച്ചു നല്ലോണം ഉയർന്നാൽ മതിയെന്ന് അവനിപ്പോ ഗിഫ്റ്റ് ആയിട്ട് വാച്ച് കൊടുക്കും. അപ്പോഴാണ് അവൻ വാങ്ങിക്കാൻ നിൽക്കുന്നുണ്ട്. അവളും എന്തായാലും പരീക്ഷയ്ക്കൊക്കെ പോകുമ്പം ഇവനെ സമയം നോക്കാൻ ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഇനി വാങ്ങിച്ച സ്ഥിതിക്ക് ഇവൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അതുകൊണ്ട് തന്നെ അവനൊന്നും പറയാതെ വാങ്ങിക്കുമ്പം ഇവളിതൊരു ബുദ്ധിമുട്ടായിട്ടാണോ ഇവൻ വിചാരിച്ചു
വിചാരിച്ചെന്ന് ചോദിക്കുമ്പോൾ തന്നെ അവനും തിരിച്ചല്ലെന്ന് പറയും. അങ്ങനെ രാത്രി ഹോസ്റ്റലിൽ വെച്ച് ഇവനും വാച്ച് അവന് കുറെ യൂസ് ആയി എന്നറിഞ്ഞ് താങ്ക് യു ചേച്ചി എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടും. അങ്ങനെ ഇത് കണ്ട് അവളും വീട്ടിലിരുന്ന് ഇവൻ കഴിച്ചോ എന്നൊക്കെ ചോദിച്ച് അവൻ്റെ കൂടെ ചാറ്റ് ചെയ്യുമ്പം ഇവനിങ്ങനെ സന്തോഷത്തിൽ ചാറ്റ് ചെയ്യുന്ന അവന്റെ കൂട്ടുകാരന്മാരെ കണ്ട് കളിയായിക്കൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞിരുന്നിട്ട് നാളെ 7 മണിക്കാ ക്ലാസ് എന്ന് പറഞ്ഞ് അവൾക്ക് മെസ്സേജ് ഇടുമ്പം അവളെങ്കിൽ പിന്നെ നേരത്തെ പോണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവളും നാളെ രാവിലെ തന്നെ ജോലിക്ക് പോകാന്ന് പറയും. അങ്ങനെ ഇത് കണ്ട് അവനും അവിടെ ഒരു പ്രശ്നം നടക്കത്തില്ലെന്ന് പറഞ്ഞ് അവൻ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ് രണ്ടുപേരും ചാറ്റ് ചെയ്ത് കിടന്നുറങ്ങാൻ പോകും. അങ്ങനെ അടുത്ത ദിവസം സെൻജിങ് ആണ് കമ്പനിയിലേക്ക് ചെല്ലുമ്പം ഇവളാണ് കുറെ ദിവസം ലീവ് എടുത്തിട്ടാണ് ഇപ്പൊ കമ്പനി ചേരാൻ പോകുന്നത്. കാരണം മറ്റും ബ്രേക്കപ്പ് ആയതിനു ശേഷം ഇവൾ മൊത്തം തകർന്നു വരുന്ന. അങ്ങനെ അതുകൊണ്ട് ഇവളുടെ ബോസും ഇവളില്ലാത്ത സമയത്ത് ഇവൾ കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തന്നെ ഇവളുടെ ഡയറക്ടർ പോസ്റ്റ് ഇവളുടെ ഹസ്ബൻഡ് എടുത്തേക്കോന്ന് പറയും. അങ്ങനെ അവന് ഇവളോട് നല്ല സ്നേഹമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ട് അവളും മൊത്തം ഷോക്കായി പോയി. ഈ കാര്യമൊക്കെ ഇപ്പോഴാണ് അറിയാൻ വരുന്നത്. അതേസമയം അങ്ങേരും ഇവൾ തമ്മിൽ നടന്ന പ്രശ്നങ്ങളൊന്നും അറിയാതെ ഇവൾക്ക് വേണ്ടി ആ റിസ്ക് ഒക്കെ ഏറ്റെടുത്ത് ചെയ്യുമെന്നറിഞ്ഞ് ഇനി തൊട്ട് ഇവൾ വലുതായിട്ട് കഷ്ടപ്പെടാതെ അവനെ സപ്പോർട്ട് ചെയ്ത് ടീമിൽ നിന്നാ മതി എന്ന് പറയും. ഇതേ സമയം തന്നെ ഇവിടെ ലീവ് ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് ചെല്ലുമ്പം അവന് പരിചയപ്പെടുത്താൻ കുറച്ച് ഷൈ ആയിട്ട് നിൽക്കും. അപ്പോഴാണ് ഇവന്റെ കൂട്ടുകാരൻ ചെന്നാണ് അളിയ ഹാൻസം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് വിളിക്കുമ്പം ടീച്ചർ അവനോട് ദേഷ്യത്തി എങ്കിൽ പിന്നെ ലീവിന് പകരം ഇവനെന്ന് സംസാരിക്കാൻ പറയും. അതോടെ അവന് മൊത്തത്തിൽ പേടിച്ചു പോകുമ്പോൾ തന്നെ ഇവൻ അവസാനം ധൈര്യപ്പെടുത്തിയിട്ട് അവന്റെ പേര് ലീവ് ആന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ ഫ്രണ്ട്സ് അവൻ ആഗ്രഹിക്കാന്ന് പറയും. അങ്ങനെ അതിനുശേഷം ഇവിടെ കമ്പനി വെച്ചാണ് അവിടെ ജോലി ചെയ്യുന്നവരൊക്കെ ഇത്രയും വർഷം ലീഡറായിട്ടിരുന്ന അങ്ങേര് പെട്ടെന്ന് പ്രോജക്റ്റിന്റെ ഡയറക്ടറായെന്ന് പറഞ്ഞ് അങ്ങേറെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഇവൻ ഈ കമ്പനി കയറിയത് തന്നെ സെൻജിന്റെ സഹായത്തോടെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ സമയത്തൊക്കെ ഇങ്ങേർക്ക് കുറെ പ്രോജക്റ്റ് ഒപ്പിച്ചെന്നിട്ടുണ്ടെന്ന് ആ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവനും ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ഫ്രണ്ട് സെൻജിങ് വന്ന് നിൽക്കുന്നത്. അങ്ങനെ അവളും പ്രൊമോഷനെ കിട്ടിയെന്ന് അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് കൺഗ്രാജുലേഷൻ പറയുമ്പം അവനൊന്നും പറയാതെ അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് അവളും ഡിവോഴ്സിനെ കുറിച്ച് ഇവനൊന്നും സംസാരിക്കില്ലെന്ന് അറിഞ്ഞ് അവൾ ചോദിക്കുമ്പോൾ തന്നെ അവന് നമുക്ക് പുറത്തേക്ക് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇവളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവനും ഇവൻ അയച്ച ഡിവോഴ്സ് അഗ്രിമെന്റ് ഒക്കെ വായിച്ചോന്ന് ചോദിച്ചിട്ട് ഇവൾക്ക് അതിനകത്തൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൻ അതൊക്കെ മാറ്റി എഴുതാന്ന് പറയും. പക്ഷെ അവളാണ് ഇതുവരെ ആ ഡിവോഴ്സ് അഗ്രിമെന്റ് തുറന്നു പോലും നോക്കിയില്ല. അങ്ങനെ ആ കാര്യം അറിയുമ്പോൾ തന്നെ അവനും ഇവള് പൈസ കൊണ്ടുണ്ടാക്കിയ വീടെല്ലാം ഇവൾക്ക് തന്നെ തന്നേക്കോന്ന് പറഞ്ഞ് രണ്ടുപേരും മുമ്പ് താമസിച്ചിരുന്ന ആ വീട് മാത്രം ഇവൻ എടുത്തേക്കോന്ന് പറയും. കാരണം അതിന്റെ പൈസ അവനും കുറച്ച് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു ഇവൾക്ക് ഇനി ആ വീടും വേണമെങ്കിൽ അത് ഇവൾക്ക് തന്നെ തന്നേക്കോന്ന് പറയും. എന്നിട്ട് ഇവൻ അടച്ച പൈസ കുറച്ചായിട്ട് ഇവള് പിന്നീട് അടച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവളാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സ് ചെയ്ത് എന്ത് പരിപാടി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് വല്ലതും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ടതോടെ അവനും ദേഷ്യത്തി നീ എന്തോ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചേ? നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി, പക്ഷെ നമ്മൾ തമ്മിൽ ഒരിക്കലും ചേരത്തില്ല. നീ തന്നെ കേട്ടാണല്ലോ എല്ലാരും കൂടെ സംസാരിക്കുന്ന നീ കാരണം എനിക്ക് ഈ ജോലി തന്നെ കിട്ടിയെന്ന്. നിന്റെ കൂടെ ജീവിച്ച എന്റെ കഷ്ടപ്പാട് ആരും മനസ്സിലാക്കത്തില്ല എന്നിന് അവനും പറയുമ്പം ഇവൾ അങ്ങനെ ഒന്നല്ലേ വിചാരിച്ചെന്ന് അവനോട് തിരിച്ചു പറയും. പക്ഷെ അവനാണ് ഇവള് വിചാരിച്ചാൽ മാത്രം പോരാ, എല്ലാരും കൂടെ അങ്ങനെ വിചാരിക്കണം എന്ന് പറഞ്ഞ് ഇവളുടെ കൂടെ ജീവിക്കുവാണ് അവനൊരു വിലയും കാണത്തില്ലെന്ന് വിചാരിച്ച് ഇവൾ അതുകൊണ്ട് ഡിവോഴ്സ് ചെയ്യുന്ന പറയും. എന്നിട്ട് അന്ന് രാത്രി ഇവിടെ ഹോസ്റ്റലിൽ ലീവ് മാത്രം ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവന്മാരൊക്കെ ലൈറ്റ് ഓണായി കിടക്കുന്നിട്ട് അളിയ നീ ഒന്ന് കിടക്കാവെന്ന് പറഞ്ഞ് അവന്മാരൊക്കെ ചോദിക്കുമ്പം ഇവൻ അവന്മാർക്ക് വേണ്ടി പിന്നെ പഠിക്കാതെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കടന്നുറങ്ങാൻ വേണ്ടി പോകും. എന്നിട്ട് ഇവിടെ ഫ്യൂച്ചറിലാണ് സെഞ്ചിൻ അവളുടെ അമ്മയച്ഛൻ്റെ കൂടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പം അവളുടെ അമ്മയാണ് കുറച്ചു ദിവസം മുമ്പ് ലീവ് വീട്ടിലേക്ക് വന്ന് ഇവരെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോയെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവള് ഷോക്കായി അതെപ്പോഴാന്ന് പറഞ്ഞു ചോദിക്കുമ്പം അവളുടെ അമ്മയും അവൻ നാട്ടിൽ വന്നപ്പോൾ തന്നെ ആദ്യം ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞിട്ട് ഇവളെ വന്ന് കാണാത്തത് ഇവൾക്ക് വല്ല അസുഖമുണ്ടോന്ന് ചോദിക്കും. അങ്ങനെ ആ പയ്യന് ഭയങ്കര സ്നേഹമെന്ന് പറഞ്ഞിട്ട് അവൻ നാട്ടിൽ ഇല്ലാത്തപ്പോഴും എപ്പോഴും മെസ്സേജ് അയച്ച് ഓരോ കാര്യം പറഞ്ഞ് സംസാരിക്കാറുണ്ടെന്ന് പറഞ്ഞ് അവളോട് ആ കാര്യമൊക്കെ പറയുമ്പം അവളും മൊത്തം ഷോക്കായി. എന്നിട്ട് ഈ കാര്യം എന്തിനാ മുമ്പേ ഇവളോടൊന്നും പറയാത്തേം ചോദിക്കും. അപ്പോഴാണ് അവളുടെ അമ്മയും അതിന് നീ വല്ലപ്പോഴും വീട്ടിൽ വരണ്ടേ, ഞങ്ങൾ സംസാരിച്ച് തന്നെ നീ പെട്ടെന്ന് ബിസി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും, പിന്നെ എങ്ങനെ ഞങ്ങൾ ഈ കാര്യമൊക്കെ നിന്നോട് പറയുന്നത് എന്നിട്ട് അവളുടെ അമ്മയെ വഴക്ക് പറയുമ്പോൾ തന്നെ അവളും സത്യത്തിൽ ബിസി ആയിരുന്നു അമ്മയെന്ന് പറഞ്ഞ് അവളും പതിയെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം കഴിച്ചു കഴിഞ്ഞിട്ട് ഇവളുടെ അമ്മയും ഇവളുടെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ ചെല്ലുമ്പം അവള് മേടിച്ചിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് അതൊക്കെ അവൾ ക്ലീൻ ചെയ്തോളെന്ന് പറയും. കാരണം അവനായിട്ടുള്ള മെമ്മറീസ് ഒക്കെ അതിനകത്തുണ്ട്. പക്ഷെ ഇവർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നത് അവർ തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധം. അതുകൊണ്ട് തന്നെ അവളുടെ അമ്മയും മറ്റേ ഡോക്ടർ ലൂയിക്ക് ഇവളെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ എന്തുണ്ടാ കല്യാണം കഴിക്കാത്ത ചോദിക്കുമ്പം അവളാണ് അങ്ങനൊന്നല്ല ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സാന്ന് പറഞ്ഞ് ഇവൾ ആ വിഷയം മാറ്റാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് അവളുടെ അമ്മയും ഓ പിന്നെ ഫ്രണ്ട്സ്, അവൻ ഞങ്ങൾക്ക് വേണ്ടി തരുന്ന ഗുളികയൊക്കെ നിന്റെ കൊടുത്തിട്ട ഞങ്ങളുടെ ഏൽപ്പിക്കുന്ന ഇതിൽ തന്നെ മനസ്സിലാവുന്നില്ലേ ആ പയ്യൻ നിന്നോട് ഇഷ്ടമുണ്ട് എന്നിട്ട് അവളുടെ അമ്മയും പറയുമ്പോൾ തന്നെ ഇവളുടെ അമ്മയെ സമാനപ്പെടുത്തി എല്ലാം പതിയെ പോകാം അമ്മയെന്ന് പറഞ്ഞ് അവരെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് അങ്ങ് പോകും. എന്നിട്ട് ഇവളുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് ആ സമയത്ത് പുറത്ത് ആരാണ്ട് തെറ്റായിട്ടുള്ള പാസ്വേഡ് അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അത് ആരാൻ ചെന്ന് ഇവൾ നോക്കുമ്പോൾ അവിടെ കുടിച്ചിട്ട് ലീവ് ആയിരിക്കും നമ്പർ തെറ്റായിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതോടെ അവളും ഡോർ ഓപ്പൺ ചെയ്ത് ഇവൻ എന്ത് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം അവൻ പെട്ടെന്ന് അകത്തേക്കും കയറി ചെല്ലും. അതിനുശേഷം അവളും ഇവന് കുടിക്കാൻ വേണ്ടി വെള്ളമൊക്കെ ഒന്ന് കൊടുക്കുമ്പം പെട്ടെന്ന് അവനാണ് ഇവളെ അടുപ്പിച്ച് കിസ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് അവനും കുറച്ച് വിഷമത്തിലൊക്കെ ചേച്ചി എനിക്കിതിന് ഒട്ടും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവനും കരഞ്ഞോണ്ട് പറയുമ്പോൾ തന്നെ ഇവള് ഷോക്കായി അങ്ങോട്ടേക്ക് മാറി നിൽക്കും. അങ്ങനെ ഈ ഒരു സീനോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിനേശം എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്ത് ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ കാണാം.